80 ലക്ഷം ആളുകളാണ് ഹാർട്ട് അറ്റാക്ക് മൂലം അല്ലെങ്കിൽ കാർഡിയാക് പ്രോബ്ലംസ് കാരണം, ഹൃദയ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ കാരണം എല്ലാ വർഷവും ഈ ലോകത്തിൽ മരണപ്പെടുന്നത്. 80 ലക്ഷം. ഈ ഒരു പ്രശ്നത്തെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടി ലാൻസെറ്റ് കമ്മീഷൻ എന്ന പ്രശസ്തമായ ജേർണൽ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സിനെ വിളിച്ചു കൂട്ടി. അവർ 2 വർഷം ഇരുന്ന് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ഈ 80 ലക്ഷം മരണങ്ങൾ, അതിൽ ബഹുഭൂരിപക്ഷം മരണങ്ങളും എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ച് ഒരു പ്രബന്ധം ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചു. ആ പ്രബന്ധത്തിൻ്റെ സമ്മറി എന്താണ് എന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഡോക്ടർ അജു മാത്യു, എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്ന മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ്, ഗവേഷകനും കൂടിയാണ്. ഹാർട്ട് അറ്റാക്കുകൾ വരുന്നതിൻ്റെ പ്രധാന കാരണം ഇസ്കീമിയ, ഹാർട്ട് എന്ന മസിൽ ആയിരിക്കുന്ന അവയവത്തിലേക്ക് രക്തക്കുഴലിലൂടെ പോകുന്ന രക്തം അത് വേണ്ടുന്ന രീതിയിൽ എത്താതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഹാർട്ടിൻ്റെ മസിൽസിന് പ്രയാസം ഉണ്ടാകുകയും ഹാർട്ടിൻ്റെ മസിൽസിന് ഇസ്കീമിയ അല്ലെങ്കിൽ ഇൻഫാക്ഷൻ ഉണ്ടാകുകയും ചെയ്യും. അതിലൂടെ ഹാർട്ട് മസിൽ ഡാമേജ് വരും. അപ്പോൾ ഇതുവരെ നാം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹാർട്ടിൻ്റെ മസിൽസിലേക്ക് ബ്ലഡ് ഒഴുകി വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്ത് പ്രതിബന്ധം ഉണ്ടെങ്കിലും അതിനെ ബൈപ്പാസ് ചെയ്യുക. അത് ബൈപ്പാസ് ശസ്ത്രക്രിയയിലൂടെ ആകാം, സ്റ്റെൻറ്റിട്ടാകാം. അപ്പോൾ ഈ ഒരു പ്രക്രിയയിലൂടെ നമുക്ക് ലഭിക്കാവുന്ന ഗുണം ഓൾറെഡി ലഭിച്ചിരിക്കുന്നു. പക്ഷെങ്കിൽ 80 ലക്ഷം ആളുകൾ എല്ലാ വർഷവും മരണപ്പെടുന്നു. അപ്പോൾ എന്ത് ചെയ്യാം? ഇത് ചിന്തിച്ചപ്പോൾ ഈ ഗവേഷകർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടേഴ്സ്, ഹെൽത്ത് സിസ്റ്റംസ് ചിന്തിക്കുന്നത് ആ ചിന്തകളെ ചെറുതായി ഒന്ന് മാറ്റണം. ഇസ്കീമിയ, രക്തക്കുഴലിലൂടെ രക്തയോട്ടം കുറയുന്നതിൻ്റെ അവസ്ഥയെ പറ്റി ചിന്തിക്കുന്നതിനേക്കാളും ഒരു പടി മുന്നേ തന്നെ എന്തുകൊണ്ട് രക്തയോട്ടം കുറയുന്നു, ഇതിൻ്റെ പ്രോസസ്സ് എന്തുകൊണ്ടുണ്ടാകുന്നു, ആ പ്രോസസ്സിനെ നശിപ്പിക്കുവാൻ, ആ പ്രോസസ്സിനെ ഇല്ലാതാക്കുവാൻ എന്ത് ചെയ്യാൻ സാധിക്കും, പ്രിവെൻഷന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് ഹാർട്ട് സ്പെഷ്യലിസ്റ്റുകളും പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്സും പൊതുജനാരോഗ്യ വിദഗ്ധരും എത്തണം എന്നാണ് ഈ പ്രബന്ധം പറയുന്നത്. ചുരുക്കിയ വാക്കുകൾ പറയുകയാണെങ്കിൽ, രക്തക്കുഴലുകളിലേക്ക് രക്തം ഓടുന്നതിന് പ്രതിബന്ധമായി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം അത്തറോമ ഫോർമേഷനാണ്. ഈ ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽസിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരവസ്ഥ. ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിരിക്കുന്ന അവസ്ഥ കുറയ്ക്കുവാനായിട്ട് ചെയ്യാവുന്ന ഏറ്റവും സിംപിളസ്റ്റ് കാര്യം, മെഡിസിനിലൂടെ ചെയ്യാവുന്ന കാര്യം, കൊളസ്ട്രോൾ കുറയ്ക്കുക. കൊളസ്ട്രോൾ, പ്രത്യേകിച്ചും LDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുക. അതിനെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റിൻ. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിനാണ് സ്റ്റാറ്റിൻ. അപ്പോൾ സ്റ്റാറ്റിൻ്റെ ഉപയോഗം വളരെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ആരംഭിക്കുകയാണെങ്കിൽ ഓവർ ടൈം, ദശാബ്ദങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലെ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന കൊഴുപ്പ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന അത്തറോമയും അതിലൂടെ ഉണ്ടാകുന്ന അത്തറോസ്ക്ലറോട്ടിക് ഡിസീസും അതിലൂടെ ഉണ്ടാകുന്ന ഇസ്കീമിക് ഹാർട്ട് ഡിസീസും പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? കൊളസ്ട്രോളിൻ്റെ അളവ് ഗണ്യമായി കുറച്ചു നിർത്തിക്കൊണ്ട് ദശാബ്ദങ്ങൾ കൊണ്ട് ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ പയ്യെ ഇല്ലാതാക്കുകയാണെങ്കിൽ നമുക്ക് ഈ 80 ലക്ഷം മരണങ്ങൾ ഒരു വർഷം ലോകത്തിലുണ്ടാകുന്നത് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ലാൻസെറ്റ് കമ്മീഷൻ ഇന്ന് പുറത്തിറക്കിയ പഠനത്തിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ അറിയേണ്ട കാര്യം, നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും LDL കൊളസ്ട്രോൾ ഒരു 160, 130 മുകളിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അവഗണിക്കരുത്. യാതൊരു കാരണവശാലും അത് അവഗണിക്കരുത്. അത് ഇന്നായിരിക്കത്തില്ല അതിൻ്റെ തിക്താനുഭവം അറിയാൻ പോകുന്നത്, ഒരു ദശാബ്ദത്തിന് ശേഷം അല്ലെങ്കിൽ 2 ദശാബ്ദത്തിന് ശേഷമായിരിക്കും. ഇതൊരു ലോങ് ടെസ്റ്റ് മാച്ചാണ്, ഒരു 2020 ഗെയിം അല്ല. ആ ടെസ്റ്റ് മാച്ചിന് കളിക്കേണ്ട കാര്യം സ്റ്റാറ്റിൻ ചെറിയ ഡോസിൽ കഴിക്കണം, അതിനെ ഭയക്കരുത്. അപ്പോൾ പ്രത്യേകിച്ചും കൊളസ്ട്രോൾ ശരീരത്തിൽ അധികമായിട്ടുള്ള വ്യക്തികൾ അറിയേണ്ട കാര്യം, ടേക്ക് കെയർ ഓഫ് ദ കൊളസ്ട്രോൾ, ബ്രിങ് ഇറ്റ് ഡൗൺ, റെഡ്യൂസ് ദ ലെവൽ, അതിൻ്റെ അളവ് കുറയ്ക്കുക. സ്റ്റാറ്റിൻ കഴിക്കാനായിട്ട് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ അതിനെ അവഗണിക്കാതിരിക്കുക, അത് കഴിക്കുക. തീർച്ചയായിട്ടും എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്, തീർച്ചയായിട്ടും ഗുഡ് ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇത് രണ്ടും ചെയ്തിട്ടും കൊളസ്ട്രോൾ കൂടിയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റിൻ കഴിക്കണമെന്ന് നിങ്ങളുടെ ഡോക്ടർ പറയുകയാണെങ്കിൽ അതിനെ അവഗണിക്കാതിരിക്കുക. ഉണ്ടാകാവുന്ന വിപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ മെഡിക്കൽ എക്സ്പേർട്സ് ഇപ്പോൾ തുറന്നു കാണിക്കുന്നു, അത് ശ്രദ്ധിച്ച് കേൾക്കുക. താങ്ക് യു. ടേക്ക് കെയർ.